ആണ്ടാ ജീരകവെള്ളം. ഓ കണക്ക് നോക്കി നോക്കി വരുമ്പോഴേ കൂടുതൽ പ്രശ്നമാണല്ലോ. നേരാ മുതലാളി, നോയിക്കൊണ്ടിരുന്ന പ്രശ്നമാണ്. നോക്കിയില്ല പ്രശ്നമൊന്നുമില്ല മുതലാളി. എന്താടാ നീ പറഞ്ഞേ? അല്ല, കായിന്റെ കാര്യമില്ലയോ മുതലാളി, നോക്കിയില്ല പ്രശ്നമാണെന്നാ പറഞ്ഞേ. അങ്ങനെയാണോ നീ പറഞ്ഞേ? അങ്ങനെയാ ഞാൻ പറഞ്ഞേ. നീ അങ്ങനെയല്ല പറഞ്ഞേ, നേര് പറ. നീ എന്താ പറഞ്ഞേ? അല്ല, മുതലാളി ഇല്ലയോ പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ ഞാനും പറഞ്ഞു. കിടന്നുരുളല്ലേ, ചോദിച്ച നേര് പറയണം. നിനക്ക് ഏതാണ്ടോ അറിയാവല്ലോ, കഴിഞ്ഞ ആഴ്ചയിൽ വന്നു കണക്കി കുറവ്. എന്തുവാടാ നിനക്കറിയാവുന്നേ? എളുപ്പം പറഞ്ഞോണം. പിന്നെ നിനക്ക് പിഴയ്ക്കാൻ കാര്യമായിരുന്നു ഞാനാ. എന്താന്ന് വെച്ചാ എനിക്ക് ഇപ്പൊ അറിയണം. ആണ്ടേ, ഇവിടെ കിടന്ന് തൊള്ള വയ്ക്കണ്ട. ചെലവ് വരുന്നേ കൊള്ളാം, പക്ഷെ ഇവിടെ മറ്റുള്ളവരും ഉണ്ട്, അത് ഓർത്താ കൊള്ളാം. വേണ്ട വേണ്ട, കണക്കി കുറവിന് ആളെ പിടിക്കണ്ട. കൊച്ചുപിള്ളി എടുത്തുനിന്ന് കായ് വാങ്ങുന്നത് ഞാനാ. പുറംപോക്കല മരത്തി കായ പഴുത്ത് കണ്ട അത് പറിച്ചെന്ന് വരും. വേണ്ടാതാകുമ്പോ തുപ്പി കളയുകയും ചെയ്യും. അതിന് കപ്പൻ ചോദിക്കുന്നേ മണ്ടത്തരം പറ്റിയ എനിക്ക് അവിടെ അല്ല. ആണ്ട് കിടക്കുന്നു. കൊച്ചുപിള്ളി എടുത്തുനിന്ന് വാങ്ങിച്ച് ഇച്ചര എടുത്തായിരുന്നു, അതുകൂടെ കണക്കൊപ്പിച്ചിട്ടുണ്ട്. ചോദിച്ചതിനെ കൊണ്ടല്ല ഇത് തന്നെ. എനിക്കിനിയും വേണ്ട പുറംപോക്കല മരത്തിൽ നിന്നുള്ള കായ്. എനിക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ അറിയാം, അതിനുള്ള വഴിയുണ്ട്. അതുകൊണ്ടാ, അറിഞ്ഞോ? മതിയായില്ലോടി. അപ്പനെന്ന് വിളിക്കുന്ന പതിവില്ലായിരുന്നു പണ്ടേ. ഇനി അപ്പാന്ന് വിളിക്കേണ്ടടുത്ത് വേറെ വല്ലതും വിളിപ്പിക്കുന്ന അതോടെ ചെയ്യേ. പക്ഷേ ഒന്ന് പറഞ്ഞേക്കാം, വച്ചേക്കത്തില്ല ഞാൻ. എന്നെ ചൂവെ അറിയാൻ വയ്യാ നിനക്ക്. അല്ലേ, ഇതാര് പൊടിപ്പെണ്ണോ? വാ. അവിടെ നിന്ന് കളഞ്ഞ എന്താ? വാ, രാരിച്ചാനല്ലേ വിളിക്കുന്നേ? അവിടെ നിന്ന് കിന്നിരിക്കുന്ന എന്തോടി, ഇങ്ങോട്ട് വാ. നിനക്ക് പള്ളിക്കൂടത്തിൽ പോണ്ടായോടി? എന്തുവാ, ഇന്ന് ഉച്ചപ്പെടുത്തുവാന്നോ? അയ്യേ, ഒന്നും അറിയത്തില്ല. ഇന്ന് ശനിയാഴ്ചയല്ലോ. ഓ, ഇന്ന് ശനിയാഴ്ച അല്ലയോ? അപ്പൊ പിന്നെ പിള്ളേർ പഠിക്കാത്ത ദിവസം അല്ലയോ? ശനിയാഴ്ചക്ക് പിള്ളേര് പുസ്തകം തൊട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോടി? അങ്ങനെയാന്നേ നിനക്കെന്നും ശനിയാഴ്ച അല്ലയോ? ഇതെന്താ രാഴ്ചായ? അതോ, അത് ഷേവ് ചെയ്യുന്ന ബ്രഷാ. സേവ് ചെയ്യുന്ന ബ്രഷോ? ഇച്ചായ, ഇത് സേവ് ചെയ്യുന്നുണ്ടായിരുന്നോ? എടി പൊടിയേ, അതെടുത്ത് കളിച്ചേക്കല്ലേ, അതിനുള്ളിൽ ബ്ലേഡ് ഉണ്ട്, കൈ മുറിയും. ബ്ലേഡോ? എന്തിനാ രാജായ?
ആ പൊടിയേ അവിടെ വയ്ക്കാനെന്ന്. ഇതിനകത്ത് എവിടെ രാജാ ബ്ലഡ്? ഹാ, എടി അതവിടെ വയ്ക്കാനല്ലയോ പറഞ്ഞേ കേൾക്കത്തില്ലയോ നീ? അല്ല കിടങ്ങ് നിന്നോ. ആഹാ, പെണ്ണ് കുരുത്തക്കേട് കാണിക്കുമെന്നോ? രാജാന്റെ ഒന്നും എനിക്ക് വേണ്ട. ഹാ, പൊടിയേ, ദാ, മോളെ അവിടെ നിൽക്ക്. എടി അമ്മച്ചി. എടി, ഇവിടെ നിക്ക്. ഏയ്, നിനക്കുള്ള ഞാൻ വെച്ചേപ്പോണ്ട്. കുരുത്തക്കേട് കൂടിയാൽ എങ്ങനെയാ? അല്ലേ അല്ലേ എങ്ങോട്ടാ കട്ടേജ് ഓടുന്നേ? അവിടെ നിൽക്കാൻ കളഞ്ഞ്. എന്തവാ പെണ്ണെ? ഓ ഒന്നുമില്ല അപ്പച്ചാ, ഈ പൊടിയുടെ കുരുത്തക്കേടിന്റെ കാര്യം പറയുമായിരുന്നു. എന്താവാടി, പൊഴി മുറിഞ്ഞില്ലയോ? ഈ അപ്പച്ചനോട് വന്ന് ഒന്നും പറയാൻ വയ്യാതായേക്കുവാ. അപ്പച്ചാ, പൊടിയുടെ കാര്യമല്ല, പൊടിപ്പെണ്ണിന്റെ കാര്യമാ പറഞ്ഞേ. എന്താ ഞാൻ അവളെ പറയുന്നേ? ആ, പെണ്ണ് പറയുവായിരുന്നു പൊഴി മുറിഞ്ഞില്ലെന്ന്. പൊഴി മുറിഞ്ഞില്ലേ, ഈരേ കടവത്ത് മൊത്തം വെള്ളം കീറി കാണും. കൊച്ചാമ്പള്ളി കടവിന് തക്കേത്ത് വരെയും ഒരു തരം പശയുള്ള മണ്ണ. വെള്ള ഇറച്ചില്ലേ, വിളയെല്ലാം വേരളിഞ്ഞു പോത്തേ ഉള്ളു. ഏത് പൊഴിയുടെ കാര്യമാ കുഞ്ഞാനാപ്പിള പറയുന്നേ? അല്ലേ പൊഴി മുറിയുന്ന കാര്യം പറയാ. ഇപ്പൊ മഴയും വെള്ളമൊന്നും ഇല്ലല്ലോ. ഇയാൾ എന്തവാ പറയുന്നേ? എനിക്കാന്നേ ഇപ്പൊ ചെവിക്കാത്തൊരു മുഴക്കവാ, ആരാണ്ട് വന്ന് ഊതുന്ന പോലെ. ഒരു തെരഞ്ഞു കേക്കത്തില്ല. അത് പിന്നെ പ്രായം ചെല്ലുമ്പോഴേ കേൾവി കുറയത്തില്ലേ കുഞ്ഞാനാപ്പിളെ? അന്ന് ചെവിക്കകത്ത് എന്തോ കേറിയതായിരിക്കും. ഇയാൾ പറയുന്ന എന്തുവാ? എന്തോ പറയാനാ, ഓർത്തു നോക്കിയാ ഒന്നും പറയാനില്ലെന്നേ. പിന്നെ വലിയ പഞ്ഞമാ കുഞ്ഞാനാപ്പിളെ. കടയിലാന്നേ സാമാനം വാങ്ങി വെക്കാൻ പോലും നിവൃത്തിയില്ലാതായി. രാമകൃഷ്ണൻ കൊച്ചാട്ടനാന്നേ കട നടത്തിക്കൊണ്ട് പോവാനേ വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന്. എന്നാ പിന്നെ കൊച്ചിക്ക് പോയി വേറെ വല്ല പണിയും ഉണ്ടോ എന്ന് നോക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു ഞാനേ. അല്ലേ കുഞ്ഞാനാപ്പിള ചിരിക്കുന്നത് എന്തോ ഇതിനാ? കൊച്ചി പോയാ എടോ ഇയാളെ ആരറിയാനാ? അച്ചി കുഴപ്പത്തിനാന്നേ ഇയാള് കൊച്ചി പോയിട്ട് വാ. അല്ല കുഞ്ഞാനാപ്പിള ചിരിക്കുന്ന കൂട്ടൊന്നും ഇല്ല. കൊച്ചിയില് കപ്പലിൽ നിന്ന് സാമാനം ഇറക്കുന്നിടത്ത് വലിയ പണ്ടികശാലയൊക്കെ ഉണ്ട്. അവിടെ ഒരു തരകപ്പണിയെങ്കിലും കിട്ടുമെന്ന് കേൾക്കുന്നു. അല്ല പോണമെന്ന് വിചാരിച്ചേച്ചും അല്ല, ഓരോരുത്തരുടെ വിഷമവും നിലയും കാണുമ്പോഴേ എല്ലാം വിട്ടേച്ച് പോണമെന്ന് തോന്നി പോന്നയാ. നമ്മളൊരു ശല്യമായി പോരുതല്ലോ, അത്രേ ഉള്ളു. കൊച്ചമ്മ ഇതിപ്പോ വരാം. പെണ്ണേ, കൊച്ചൻ എങ്ങോട്ടാ പോന്നേ? രാജകുഞ്ഞേ ആണ്ടേ വലിയ കൊച്ചൻ വിളിക്കുന്ന കേട്ടില്ലയോ? എന്താ വലിയ വിച്ച? വാ, നീ ഇഞ്ഞു വാടാ. എന്താ വലിയ വിച്ച? നീ എങ്ങോട്ട് പോവുക? മുക്കിനോട്ടൊന്ന് പോവാ, പിന്നെ തപാൽ ഓഫീസിൽ ഒന്ന് പോണം. ഉറക്കെ പറയണം, എനിക്ക് ചെവി പറ്റത്തില്ല. മുക്കിനോട്ട് ഇറങ്ങിയാന്ന്, പിന്നെ അഞ്ചല് വിടാനും ഉണ്ടെന്ന്. ഒന്ന് രണ്ട് ദിവസമായിട്ട് കുഞ്ഞനാപ്പിള ചെവി നല്ലപോലെ പിടിക്കുന്നില്ല. അതാ അല്ല പോയച്ച് വരാൻ പറഞ്ഞ. നീ വന്നാറേ, നിന്റെ ഉപ്പാപ്പന്മാര് താമസിക്കുന്നിടത്തൊക്കെ പോയോ? പോയി വലിയ വിച്ച. എന്തോ പറഞ്ഞേ? എന്തോ പറയാനാ? എന്റെ കാര്യം ഞാൻ ഈ കട്ടിലേറ്റ് അടഞ്ഞു കിടക്കുന്നത് ആർക്കും മനസ്സിൽ അറിയത്തില്ല. നേരമില്ലാഞ്ഞിട്ടായിരിക്കും. എല്ലാരിക്കും പാടല്ലേ വലിയ പച്ച? അവനവന്റെ പാട് കഴിഞ്ഞല്ലേ ഉള്ളൂ വേറെ. കീവറീച്ചൻ വരുമായിരുന്നു വല്ലപ്പോഴും. ഇപ്പോഴാ അവനെയും കാണാനില്ല. പഞ്ഞക്കാരനായി പോയില്ലയോ അവൻ. മൂത്ത പെണ്ണ് ചത്ത്,
അതും ഒരു കണക്കിന് നന്നായെന്നാ പറയണ്ടേ, അല്ലയോടൂ? ആന്നു പിന്നെ വാദ്യാര് പെണ്ണ്, അവളെ കെട്ടിക്കാതെ കണ്ട് നിർത്തിയേക്കുക. അവള് വല്ലവന്റെ തോളെ കൈയിട്ടുകൊണ്ട് പോയാ അവന്റെ പിഴപ്പ് മുട്ടും. പഞ്ഞം വന്നാ പിന്നെ അവൻ എന്തവാ ചെയ്യണ്ടേ, അല്ലയോ? എനിക്കറിയത്തില്ല വല്യപ്പച്ച. അപ്പച്ചൻ എന്തുവാ ഇതെല്ലാം കൂടെ രാജമോനോട് പറയുന്നേ? പിന്നുള്ള നടുവത്താന അവനാന്നേ ഉരുട്ടിപ്പരട്ടി നേരം വിളിപ്പിക്കാൻ നടക്കുക. കാപ്പുത്തിയും മുക്കാ തട്ടിപ്പും. ആര് വിറ്റായാലും പണയം വെച്ചായാലും അവന്റെ കൂടി പുലരണം. എന്നാ അതിനുള്ള ഏറ്റവും ഉണ്ടോ? അതുമില്ല. ആ നീ കാലായി പോയോടാ പിലിപ്പോച്ചന്റെ അടുത്ത്. അവിടാന്നേ അപ്പനും മോനൂടെ അപ്പച്ചാ, അപ്പച്ചനിത് എന്തുവാ കാലത്തെ മുതല്? അല്ലേ തനിച്ചിരുന്ന് ആലോചിച്ച് ഏക്കും വാക്കുമില്ലാത്ത സംസാരിച്ചാലോ? അല്ല കുഞ്ഞെ, വല്യപ്പച്ചൻ ഓരോന്ന് ഓർത്തുകൊണ്ട് സംസാരിക്കുക. പ്രായമായ ഓർക്കുന്ന അങ്ങ് വിളിച്ചു പറയും. അതാ ഒരു കുഴപ്പം. വല്യപ്പച്ചൻ എന്തോ ഇതൊക്കെ എന്നോട് പറയുന്നേ? എല്ലാരുടെ കാര്യം എനിക്കറിയാം. എന്താവാ നീ പറയുന്നേ? ഉപ്പാപ്പന്മാരുടെയും അപ്പന്റെയൊക്കെ കാര്യം എനിക്കറിയാമെന്ന്. എല്ലാരും ഒന്നല്ലേ മറ്റൊന്നിലെ കണക്കല്ലയോ? 3-4 വർഷം കൊണ്ട് ഞാൻ കൈ കിട്ടിയതൊക്കെ അപ്പന്റെ പേർക്ക് അയച്ചു കൊടുക്കുന്നു. ഇപ്പൊ വന്ന് വല്ലോം കയ്യിലുണ്ടോ? ഞാൻ പറയുന്നതാണോ കുറ്റം? ഒന്നുമില്ലേ, ഈ വീടെങ്കിലും ഒന്ന് ചൊവ്വാക്കായിരുന്നല്ലോ. ആണ്ട കണ്ടില്ലയോ, ചെലിക്കുമാരി മെഴുവാനെ കൊണ്ട് എങ്ങനെയാ പഞ്ഞം വന്നെന്നാ എനിക്കറിയാത്ത. അതെങ്ങനെ എന്തോ കിട്ടിയാലും വണ്ടിക്കൂലി കൊടുക്കാൻ തികയത്തില്ല. രാജ്യഭരണം അല്ലയോ? എന്റെ പൊന്നു കുഞ്ഞെ, ഈ കാര്യം പറഞ്ഞിവിടെ വഴക്കുണ്ടാവാത്ത ദിവസമില്ല. ആര് പറഞ്ഞാലും വകയില്ലെന്ന്. അല്ലേ അപ്പച്ചൻ അറിയാൻ വയ്യാത്തയാന്നോ? എല്ലാം എത്ര വട്ടം പറഞ്ഞയാ. പെരക്കെ 4 ചുറ്റിനും ഇച്ചിരി ചാന്തം തേപ്പിച്ച് പടിഞ്ഞാറേപ്പുറത്തെ മുറിയൊന്ന് കെട്ടി അടപ്പിച്ചായിരുന്നേ മതിയായിരുന്നല്ലോ. അല്ലേ എന്തോയിനാ തെക്കേത്തെ ചായ്പിന് ഒരു പൂട്ടും കൊളുത്തി ഇട്ടിരുന്നേ കൊള്ളായിരുന്നല്ലോ. കൊച്ചമ്മ ചുമ്മാരി, അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. അതല്ല രാജകുഞ്ഞെ, എടാ അത് അവൻ യാത്ര പോകുന്ന ഇവിടുത്തെ പണമൊന്നും എടുത്തല്ല. അതിനൊക്കെ അവന് കിട്ടും. അത് നിനക്കറിയാൻ വയ്യാത്തോണ്ടാ. ചേടാ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞാലെങ്ങനാ? കിട്ടും. എവിടുന്നാ? കിട്ടിയച്ചാലും മതി. കിട്ടുന്നു തന്നെ ഇരിക്കട്ടെ. എന്തോ ഇനാ മനുഷ്യനെ കൊണ്ട് പറയിക്കാനായിട്ട് ഇങ്ങനെ ഊര് തണ്ടി നടക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. പിന്നൊരു കാര്യമുണ്ടടാ, അതാ നിനക്ക് മനസ്സിലാവത്തില്ല പറഞ്ഞേ. അവനിപ്പ എന്തോ പറഞ്ഞാലും ഈ കരയില് നമ്മുടെ സമുദായത്തിന്റെ ഒരു പ്രമാണിയല്ലയോ? പുറത്തോട്ടിറങ്ങി നോക്കിയാട്ടെ, മേലാഴത്ത് മാത്തൂട്ടിയുടെ മോനെന്ന് പറയുന്നത് നിനക്കൊരു അന്തസ്സല്ലയോ? അല്ലേ 4 നേരവും കരയിൽ നടക്കുന്ന ഇയാള് ചോദിച്ചു നോക്കിയാട്ടെ. എന്റെ മോനായെ കൊണ്ട് പറയുവല്ല, മാത്തൂട്ടിക്ക് പനച്ചമൂട്ടി വരെയൊക്കെ ഉണ്ട്. അതില്ലാന്ന് എങ്ങനാടാ പറയുന്നേ? തടെ ഇന്നിപ്പോഴും കാലത്തെ കണ്ടില്ലയോ? മെത്രാനച്ഛൻ നേരെ കാറായി ചെല്ലിയോ അവനെ വിളിപ്പിച്ചേ, അല്ലേടൂ? ആന്നു അല്ലേലും എനിക്കറിയാവുന്നല്ലോ. അപ്പച്ചൻ എപ്പോഴും മോന്റെ പക്ഷം പിടിച്ചേ പറയത്തുള്ളൂ. കൊച്ചൻ പറഞ്ഞാൽ എന്താ അപ്പച്ചാ കുഴപ്പം? ആണ്ടെ നോയിക്കാട്ടെ, പെരയുടെ ചെവര് 4 വിണ്ടു വിങ്ങി നിൽക്കുക. എപ്പോഴാന്നറിയത്തില്ല എല്ലാം കൂടെ വീണ് നിലം പൊത്തുന്നേ. രാജമ്മ മരുന്നതിന് മുമ്പേ ഒരു മേശിരിയെ വിളിച്ചോണ്ട് വന്ന് ചെവരയിലെ വെടവേലെങ്കിലും കൂട്ടി തേപ്പിക്കാനെ കൊണ്ട് നാവയിലെ വെള്ളം വറ്റിച്ച് അപ്പച്ചൻ അറിയത്തില്ലയോ? പക്ഷം പിടിച്ചാന്നോടി. അല്ലേ ഞാനെന്തവാ നേരികേട് പറഞ്ഞേ? കുറ്റം പറഞ്ഞേച്ചും കെറിവിച്ചേച്ചും ആയില്ല പെണ്ണെ. ചെറുക്കന്റെ മനസ്സ് മാറിയാ കുഴങ്ങിപ്പോകത്തില്ലയോ? ഇവൻ അയക്കുന്നതിനെ കൊണ്ടല്ലയോ വല്ലോ നടക്കുന്നേ. 5-6 മാസത്തേക്ക് കാണുന്നില്ല. ആണ്ടി ഒരിക്കെ അയ്യത്തൂന്ന് വല്ലതും കിട്ടും. അതുകൊണ്ട് വീട്ടുകാര്യം വല്ലതും നടക്കുവോ? അതില്ലേ? അതാ പറഞ്ഞേ. വലിയ പാടാകും ഞാൻ ആ പ്ലേ കണ്ട കാലത്ത്. ഒരു വീടില്ലേ മനുഷ്യന് അതിന്റെ കുഴപ്പം.
ഇല്ലേ ഇല്ലേ എന്നും പറഞ്ഞ് നടക്കും. ഉണ്ടായാലോ അത് ചെതലരിക്കാതെയും വിള്ളാതെയും നോക്കുന്ന അന്നേ അതിനേക്കായും പാടും. ഇച്ചിരി പാതിയാ ജീവിതം. അതിന് വേണ്ട ഒരുക്കം ഓർത്താ അതിന് വേണം വേറെ ഒരു ജീവിതം കൂടെ. ശരിയല്ലയോ കുഞ്ഞോനാപ്പിള ഞാൻ പറഞ്ഞേ? ആ, എല്ലാം എഴുതപ്പെട്ടതാ. നിശ്ചയിക്കാത്ത ഒന്നും നടക്കത്തില്ല. ദിവസത്തിന്റെ കണക്കെഴുതുമ്പോഴാ പഴയ കണക്ക് മനസ്സ് തെളിയുന്നേ. ഇന്നലെ പിറന്ന നമുക്ക് എന്താവാടും അറിയുന്നേ. ആ ചതുപ്പ് നിലത്തല്ലേ ഞാങ്ങണ വളരത്തുള്ളു. നനവില്ലാതെയും കോട്ടപ്പുല്ല് വളരത്തില്ലെന്നാ. അപ്പോഴും നീ നിശ്ചയിച്ചോണ്ടല്ലയോ? ഈ ഫോട്ടോയിന് ഞാൻ എന്തോ ചെയ്യണം? നിന്റെ അപ്പനെ എന്നെ തിരിച്ചു കൊടുത്തേക്കട്ടോ. നീ തന്നെ തീരുമാനിക്ക്. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞില്ലയോ? എടാ, നീ ഇതേലൊന്ന് നോയിക്കാട്ടെ. നോക്കിയേച്ചും പറ വേണ്ടാന്ന്. കാണുന്നതിന് മുമ്പേ കെറിവിച്ചാലോ? തന്നെയല്ല, മാത്തുക്കുട്ടി ഉപ്പാപ്പയും എന്നോട് വിളിച്ച് പറഞ്ഞെന്തോയിനാ? എല്ലാം കൂടെ തീരുമാനിച്ചേച്ചാന്നേ. അല്ലേ അങ്ങേര് ഫോട്ടോ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കണോ? ഞാൻ ഇപ്പൊ അതിനുള്ള ചിന്തയിലല്ല, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കെറുവൊന്നുമില്ല. നിനക്കറിയാമല്ലാഞ്ഞിട്ടാ. അതിന് നിനക്ക് ഈ പടം കണ്ട എന്തോ പറ്റുമെന്നാ? ബേബി, നീ പറയുന്ന എന്റെ കൂട്ടല്ല. എനിക്കിപ്പോ വന്ന് എന്നെ തന്നെ പിടിക്കാതെ വന്നേക്കുവാ. അതിനിടയിലാ. അല്ല, ഞാനെന്തോനാ വേണ്ടാത്ത പണിക്ക് പോന്നേ? ഈ പടം എടുത്തോണ്ട് നിന്നെ പെണ്ണ് കാണിക്കാൻ വന്ന് എനിക്കല്ലയോ കിട്ടേണ്ടേ? വല്ല മഞ്ഞത്തും വേലത്തും കിടന്ന് തോക്ക് പിടിക്കാനേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ. അന്ത്യാവുമ്പോഴ് വീട്ടിൽ വന്ന് പെമ്പിളായിട്ട് തരുന്ന ഇച്ചിരി കട്ടൻ കാപ്പിയും കുടിച്ച് പുള്ളാരെ എടുത്ത് മടിയെ വെച്ചോണ്ടിരിക്കാൻ നിനക്ക് വിധിച്ചിട്ടില്ലാന്ന് കൂട്ടിക്കോ. അല്ലേ, എന്നോടും കെറുവാന്നോ? ചോദിച്ച കേട്ടില്ലയോ? എന്നോട് കെറിവിച്ചോന്ന്. എനിക്കാരോടും കെറുവൊന്നുമില്ല. പിന്നെ മിണ്ടാതെ കണ്ട് നിൽക്കുന്നേയോ? ഞാൻ നീ പറഞ്ഞു ഓർക്കുമായിരുന്നു. എന്തോന്ന്? എനിക്ക് വിധിക്കാത്തന്റെ കാര്യം പറഞ്ഞില്ലയോ നീ? അത് തന്നെ. രാജാ, ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല. നിനക്കൊരു കുടുംബം ആകേണ്ടതിനെ കൊണ്ട് പറഞ്ഞേ. ഒന്നുമല്ലേ, സ്വന്തമായിട്ട് തനിക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും വേണ്ടായോ ഇനിയുള്ള ജീവിതത്തിന്? അതായിരിക്കും. അത് തന്നെ മാത്തുക്കുട്ടി ഉപ്പാപ്പനും മനസ്സിൽ കണ്ടേ. ഇച്ചരം കഴിഞ്ഞേ വെച്ച് പിന്നെ വൈകിപ്പോയെന്ന് പറഞ്ഞേക്കല്ലേ. എല്ലാവരും മനസ്സിൽ കണ്ടേക്കുന്ന എന്തുവാന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലേ നീ. മാത്തുക്കുട്ടി ഉപ്പാപ്പന്റെ കാര്യം പറയുമ്പോഴേ നിനക്കെന്താ കോളുകൊണ്ട് വരുന്നേ? അങ്ങേരിക്കും ഇല്ലയോ നിന്നെ കുറിച്ചുള്ള ആദ്യം വിഷമം? നീ പറഞ്ഞില്ലയോ എല്ലാവരുടെയും കണക്കിലുള്ള ഭാഗ്യം എനിക്ക് വിധിച്ചിട്ടില്ലെന്ന്? നേരാ നീ പറയുന്നേ. പക്ഷെ അത് കെട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, കുഞ്ഞുനാൾ മുതലുള്ള ജീവിതത്തിലാ. ആണ്ട എന്റെ പൊന്നച്ചോ, ഞാൻ നിന്നോടൊന്നും പറഞ്ഞൂല്ല, നീ ഒന്നും കേട്ടുമില്ല. നിനക്ക് വേണ്ട എങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ വല്ലതും പറഞ്ഞോണ്ടിരിക്കാം. ആണ്ട കേട്ടോ, ഇനി നീ വന്ന് പറയണം, ആണ്ട ബേബിയെ ഈ കെട്ട് നമുക്ക് നടത്തിക്കൂടായോന്ന്. അപ്പോഴേ ഈ കേസ് കച്ചേരി വരത്തുള്ളൂ. അല്ലാതെ കണ്ട് ഞാനായിട്ട് ഉലുത്താനും കുലുക്കാനും ഒന്നും പോകുന്നില്ല. എന്താ പോരായോ? കുടുംബം വേണമെന്നും ചത്ത് മണ്ണടിയുന്നതിന് മുമ്പേ നമ്മളായിട്ട് എന്തേലുമൊക്കെ ഉണ്ടാക്കണമെന്നും എനിക്കും ഉണ്ട് ചിന്ത. വല്ലോടത്തും പോയി കിടന്ന് വിയർക്കുന്ന എന്നെ പോലുള്ളവർക്ക് ആ ചിന്ത കൂടുതലുവാ. പോരാഞ്ഞിട്ട് എന്നെ പോലുള്ളവരുടെ ജീവിതത്തിന് എന്താ ഒരു ഉറപ്പ്? എപ്പ വേണേലും ഇല്ലാതാവാം. രാജാ, നേരാ ഞാൻ പറയുന്നേ. ഇപ്പൊ ട്രെയിനിങ്ങാ. അത് കഴിഞ്ഞാ ചിലപ്പോ കുറച്ചു നാളത്തേക്ക് അടുത്ത എവിടെയെങ്കിലും ഒക്കെ കിട്ടുമെന്ന് വെക്കാം. എന്നാലും 2-3 വർഷം. അത് കഴിഞ്ഞ അതിർത്തി വല്ലതും പോകേണ്ടി വരും. എപ്പോഴെങ്കിലും കേൾക്കാം ഒരു ഞൊടിക്കെല്ലാം തീർന്നു. അതാ, അതിനിടെ അരനാഴികയ്ക്കും വേണ്ടി കാലത്തിന് വരുന്ന തലമുറയ്ക്കുള്ള നോക്കി തീർക്കണം എന്നേച്ചുവാ. ബേബി, ഞാൻ പറയുന്ന ഇപ്പൊ അതിനുള്ള സമയമല്ല. രാജാ, നീ ചിന്തിച്ചിട്ടുണ്ടോ ഏത് മനുഷ്യനാ നാളേക്ക് മനസ്സിൽ ഉറപ്പുള്ള?
ഒരു കൊച്ചു പിറക്കാൻ പോകുമ്പോഴ് മനസ്സിൽ ആദിയാ. പിന്നെ മറ്റുള്ളവരെ അറിയിക്കാതെയും പറയിപ്പിക്കാതെയും പോകുന്നു, അത്രേ ഉള്ളൂ. ഇച്ചിരക്കേ ഉള്ളൂ സമയം. അതിനിടെ ഇത്രയും നാൾ വിയർത്തെ വെള്ളത്തി വരച്ച കൂട്ടാന്ന് തോന്നിയ എന്തുവാ പറയണ്ടേ? ഓരോ വട്ടം വരുമ്പോഴും ഒന്നിനും തുടങ്ങുക. അപ്പനാണെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എത്ര പറഞ്ഞാലും പണ്ടേ കൂട്ടാ. ഇപ്പോഴാർക്കെ ഞാനൊന്നും മിണ്ടാത്തതുകൊണ്ടാ. എല്ലായിടത്തും ഇത് തന്നെ. വേറെ ഉള്ളവരെ പറ്റി ചിന്തിക്കാൻ ആർക്കും സമയമില്ല. വേറെ ഉള്ളവരുടെ ജീവിതത്തിന് നമ്മൾ ഉത്തരവാദികളല്ല. ചിലപ്പോള് നമ്മളും അങ്ങനെ ആവുന്നു തോന്നും. ആന്ന്, ഞാൻ പറയുന്നത് നേരാ. കുറച്ചു നാളായിട്ട് ഞാൻ അത് തന്നെ ചിന്തിക്കുന്നേ. ലീലാമ്മയുടെ അപ്പൻ കടം കൊണ്ട് മുടിഞ്ഞു നിൽക്കുക. എൻ്റെല് വല്ല ഉണ്ടോന്ന് ചോദിക്കുകയും ചെയ്ത്. കയ്യേലുള്ള എന്തെവേലും പൊട്ടും പൊടിയും തൂത്തുകൂട്ടിയ ഒരാശ്വാസത്തിനുള്ളേ കാണും. പക്ഷെ രാജ, എനിക്ക് എത്ര ആലോചിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. അതിന് സമ്മതിക്കാത്ത ലീലാമ്മ എന്നാ. നിറവയറുമായിട്ട് അവൾ ആലോചിക്കുന്നേ നാളേക്ക് എന്താവാന്നാ. ചിലപ്പോൾ അത് തന്നെയായിരിക്കും ശരി. ആ ശരി നമുക്ക് മനസ്സിലാവാത്തായിരിക്കും. ചിലപ്പോഴായിരിക്കും. പക്ഷേ ആ ശരി എനിക്കിഷ്ടമല്ല. എത്ര ചിന്തിച്ചാലും അപ്പം കാണിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് പറയാനും പറ്റത്തില്ല.